കാര്യത്തിലെടുത്ത ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവർക്ക് തൊട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ ഈ തീരുമാനം എടുക്കണം. മായ, നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ? ഇപ്പൊ സെലിന്റെ കാര്യത്തിൽ ഈ ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ അവൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒറ്റപ്പെട്ടിരിക്കുന്നതും നമ്മൾ തന്നെ കാണേണ്ടി വരും. അതിലും നല്ലത് ഗൗതമോ നല്ലൊരു അവനെ പോലെ ഒരാളെ കിട്ടുമെന്ന് പറയുന്നത് നമുക്ക് മോൾക്ക് ഭാഗ്യം തന്നെയാണ്. 4 വർഷം മുമ്പ് നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കിതെല്ലാം അറിയാം. നമ്മൾ ഈ ഡിസിഷൻ എടുക്കുന്നത് മുഴുവൻ സെലിന് നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാ. പക്ഷെ ഇന്ന് അവൾ പറഞ്ഞു പോലും കേട്ടില്ലേ? ഇതെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുക? അപ്പൊ ശരി, ഏട്ടൻ പറയുന്നത് തന്നെ നടക്കട്ടെ. അതിനിപ്പോ എന്ത് നല്ല കാര്യമാണെങ്കിൽ അവക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എന്റെ കൂടെ കാണും. പക്ഷേ ഈ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴത്തേക്കാ? ഒരു പെണ്ണ് കാണാനൊക്കെ വേണം. ഏയ്, അത് വേണ്ട. ഡയറക്റ്റ് കല്യാണത്തിൽ തന്നെ പോകും. കാരണം ഇനി ഒരു പെണ്ണ് കാണാൻ സ്ഥലം സമ്മതിക്കുമെന്ന് തോന്നില്ല. പിന്നെ അവർക്ക് രണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ. അതിലും വലുതായിട്ട് ഇനിയൊന്നും വേണമെന്ന് തോന്നില്ല. അല്ല, അപ്പോ കല്യാണത്തിന്റെ കാര്യമൊക്കെ അവരെ വിളിച്ച് പറഞ്ഞായിരുന്നോ? തീയ ഒക്കെ പറഞ്ഞ കാര്യമൊക്കെ എത്രയും പെട്ടെന്ന് ഈ കാര്യം നടത്തുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ശങ്കറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോ തന്നെ ഗൗതമിനെ അറിയിച്ചു കാണും. എന്തായാലും എന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഈ ഒരു കല്യാണം പെട്ടെന്ന് നടത്തുന്നല്ലോ. ചിലപ്പോ കുറച്ചു ദിവസം കഴിയുവാണെങ്കിൽ സെലിന്റെ മനസ്സ് മാറാൻ ചാൻസ് ഉണ്ട്. പറ്റുവാണെങ്കിൽ 2 ദിവസത്തിനകം ഈ കല്യാണം നടത്തണമെന്ന എന്റെ ഒരു അഭിപ്രായം. അവർക്കും അത്രയും പെട്ടെന്ന് ആയാല് ഓക്കെ ആയിരിക്കും. നിനക്ക് എന്താ പറയാനുള്ളത്? 2 ദിവസത്തിനകോ? അതിന് ദിയ സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. സൃഷ്ടി, നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം പറയാണ്ടാവുന്നേ. ഞങ്ങൾ രണ്ടുപേരോട് ഒരു തീരുമാനം എടുത്തു. എന്തായാലും സെലി നോക്കി പറഞ്ഞു. അപ്പൊ പിന്നെ ഇനി കല്യാണം അധികം വൈകിക്കാതെ നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പേരൻസിനും അതുതന്നെ. അപ്പൊ പിന്നെ ഇനി പെണ്ണ് കാണേണ്ട ആവശ്യമുണ്ടോന്നും തോന്നില്ല. നിനക്കറിയാവുന്ന ചെറുക്കന്. അച്ഛൻ്റെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ 2 ദിവസത്തിനകം ഈ കല്യാണം നടത്തണം. അതിനുള്ള ആൾക്കാരെല്ലാം അറിയിച്ചിട്ടുണ്ട്. സോ 2 ദിവസത്തിനകം കല്യാണം കഴിക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിക്കും. ആന്റി എന്തേ പറയുന്നത്? 2 ദിവസത്തിനകം കല്യാണോ? ആന്റി ഇത്ര പെട്ടെന്ന് വേണോ? സെലനൊന്ന് ഓക്കെ ആവുന്ന വരെ ഒരു 2 months 4 months അതൊക്കെ കഴിഞ്ഞു പോരെ? 4-5 വർഷം കഴിഞ്ഞില്ലേ? ഇനി 2 ദിവസത്തിന് വേണ്ടിയിട്ട് എക്സ്ക്യൂസ് പറഞ്ഞ ശരിയാണോ? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും ലൈഫ് വെച്ച് കളിക്കുകയാണോ? ഞാൻ കല്യാണം സമ്മതിച്ചെന്ന് കരുതി 2 ദിവസത്തിന് കല്യാണം നടത്താൻ നിങ്ങൾ ഓർക്കണ്ട. സെലിൻ പ്ലീസ്, 4-5 വർഷം ഞാൻ സമയം തന്നില്ലേ? ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞങ്ങൾ ഈ കല്യാണത്തിന്റെ കാര്യമോ നിന്നോട് ഒരു വാക്കോ അല്ലെങ്കിൽ മുഖം കറുപ്പിച്ചൊരു വാക്കോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മോളെ, കാത്തിരിക്കുന്നതിന് ഒരു ടൈം ഉണ്ട്. വെയിറ്റ് ചെയ്യാം. പക്ഷെ ജീവിതകാലം മുഴുവനല്ല. ഞങ്ങൾക്കും നിന്റെ ഭാവി കാണണമെന്ന് ആഗ്രഹമുണ്ട്. നീ സന്തോഷമായിരിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത് തന്നെ നല്ലത്. അതുകൊണ്ട് വെറുതെ വാശി പിടിക്കണ്ട. 2 ദിവസത്തിനകം കല്യാണം നടക്കും. അത്രേ പറയാനുള്ളൂ. ഇനി അച്ഛനും അമ്മേനും വേണോ അതോ അവനെ വേണോന്ന് നീ തന്നെ പറ. ഫൈനലി അവൾ എൻ്റെ ആകാൻ പോവാ. ഗുഡ് തിങ്സ് ടേക്ക് എ ടൈം എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. കുറച്ച് വൈകിയെങ്കിലും ദിയ എനിക്ക് തന്നെ സ്വന്തം പോകുന്നു. പക്ഷെ എനിക്കറിയില്ല അവൾ ഈ കല്യാണത്തിന് എത്രത്തോളം ഹാപ്പി ആയിരിക്കണം. അവള് അങ്കിളിനോട് എസ് പറഞ്ഞു. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ലൈഫ് ചിലപ്പോൾ ഹാപ്പി ആവണമെന്നില്ല. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് അവളെ എന്നെ കൊണ്ട് പറ്റാവുന്നതിനത്രയും അവളെ കണ്ണീന്ന് ഇനിയൊരു കണ്ണുനീര് വരാതെ ഞാൻ അവളെ നോക്കും.
ലോകത്തില് എത്രയോ പ്രണയങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു, പക്ഷെ ഇമാതിരി ഒരു ഏട്ടൻ എൻ ജീവിതത്തിൽ കണ്ടില്ല. ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റുക പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമില്ല. പ്രേമിക്കാൻ ആർക്കും പറ്റും, പക്ഷെ അതിലെത്രത്തോളം സിൻസിയാരിറ്റി ഉണ്ടെന്ന് നിന്നെ കണ്ടുകൊണ്ട് പഠിക്കാൻ. അതിന് മാത്രം സർപ്രൈസ് ആവേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ അവളെ പ്രപ്പോസ് ചെയ്തു, പക്ഷെ അവൾ റിജക്ട് ചെയ്തു ബിക്കോസ് ഷീ ലവ്സ് എയ്ഡൻ. ഫൈനലി എന്തായാലും ലാസ്റ്റ് ആയിട്ട് അവൾ നിനക്ക് സ്വന്തമാകാൻ പോവാ. അപ്പൊ നീ ഇങ്ങനെ ഫീൽ ചെയ്യുന്നേ? ഈ ഫീലിങ്സ് ലൈഫ് ലോങ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നേ. അപ്പോ അതെന്താ എന്നോട് പറ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ ലോകം കീഴടക്കിയ ഫീലാ എനിക്കിപ്പോ. ഏജന്റ് സർ, സാർ പറഞ്ഞ പോലെ സെലിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ഇപ്പോ സെലിൻ എവിടെയാണെന്ന് നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഓഹോ, അത് കൊള്ളാലോ. എവിടെ പോകുന്നത്? കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിൽ തന്നെ ഉള്ളത്. പ്രത്യേകിച്ച് അപ്ഡേഷനും കാര്യങ്ങളൊന്നുമില്ല. കുറെ ഓപ്പർച്യൂണിറ്റീസും ജോബ് ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ നോ റെസ്പോൺസ്. ഓ, അപ്പോ ജീവനോടെ തന്നെ ഉണ്ടല്ലേ? ഞാനോർത്തു പണ്ടേ ചത്തുപോയി കാണുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ജീവിതത്തില് അവർക്ക് ചാവാൻ വിധി എന്റെ കൈ കൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ദൈവം ഇങ്ങനെ ആയുസ് നീട്ടിയിട്ടിരിക്കുന്നത്. ഗൗതം, നിനക്ക് ഏടിനെ കുറിച്ച് എന്താ തോന്നുന്നേ? അവള് പറയുന്ന പോലെ അവൻ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചാണോ, അതോ എല്ലാരും പറയുന്ന പോലെ? എനിക്കറിയില്ലടാ, അവൻ എന്തിനാ അവളോട് അങ്ങനെ ചെയ്തെന്നോ ഒന്നും എനിക്കറിയില്ല. എന്റെ അറിവില് അവർ തമ്മില് അത്രയ്ക്ക് ഇഷ്ടത്തിലായിരുന്നു. ഒരുപക്ഷെ ഇതൊന്നും അറിയാതെ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തത്. പക്ഷെ അവള് ഇന്ന് അവക്ക് ഏതിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അന്ന് ഞാൻ എന്റെ പ്രണയം ഞാൻ അവളെ നിർത്തിയതാ. അവളെ കാണുന്നതോ അവളുടെ ഓർമ്മകൾ തന്നെ എന്റെ മനസ്സിൽ നിന്ന് പോയതാ. പക്ഷെ പിന്നീട് അറിഞ്ഞത് അവൻ എനിക്കതൊന്നും ഓർക്കാൻ കൂടി വയ്യ. 5-6 വർഷമായെങ്കിലും മനസ്സിൽ ഇപ്പോഴും എവിടെയൊക്കെയോ അത് വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ സർ? ആരെങ്കിലും വെച്ച് കൊല്ലാനാണോ, അതോ? നോ 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 നോ, എന്താ മാർട്ടിൻ ഇങ്ങനെ? അങ്ങനെ കണ്ടവരെ കൊണ്ട് അവളെ കൊല്ലാനും പറ്റില്ല. കൊല്ലുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രം ചെയ്യും. കാരണം എന്താണെന്നറിയോ? കാരണം ഞാൻ അവളെ എല്ലാ രീതിയിലും അറിഞ്ഞതാ. അപ്പൊ പിന്നെ ഞാൻ തന്നെയല്ലേ അവളെ കൊല്ലണ്ടേ? അതല്ലേ അതിന് വേണ്ടത്. കാരണം അതിനവൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ശരി. ഇനി സെലിന്റെ അച്ഛനമ്മയ്ക്ക് പറഞ്ഞ പോലെ എയ്ഡനാണ് ഈ കഥയിലെ വില്ലനെങ്കിലോ? അവര് പറയുന്ന പോലെ സെലിനെ അവൻ യൂസ് ചെയ്യുകയാണെങ്കിലോ? നിന്റെ ഭാഗത്തുനിന്നുള്ള റിയാക്ഷൻ എന്തായിരിക്കും? കൊന്നുകളയും ഞാൻ അവനെ. നീ എന്തീ പറയുന്നേ? അവളെ ഒരുത്തനും ഒരു തന്തില്ലാത്തവനും വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. ഇപ്പൊ എനിക്കതിൽ റിഗ്രറ്റ് തോന്നുന്നത്, ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അവള് അല്ലെങ്കിൽ അവളെ യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ അവനെ ഞാൻ കൊല്ലും.